സ്റ്റാർട്ട് ചെയ്യുകയാണ്. എത്തിക്കലി ഹാക്കിങ് ഇതുപോലെ സിമ്പിളാണ്. നമുക്ക് ഫസ്റ്റ് FTP തന്നെ തുടങ്ങാം. പിന്നെ എത്തിക്കലി ഇല്ലീഗൽ, പെർമിഷൻ ഇല്ലാതെ ആരും ഹാക്ക് ചെയ്യാനോ കാര്യങ്ങളിലൊന്നും നിൽക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് വന്നാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലൈക്കിങ് സീരീസായി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റാണ് ഇവിടെ എന്താ പറയുക, FTP ബാക്ക് ഡോറിൻ്റെ എക്സ്പ്ലോയിറ്റേഷനാണ് എന്താ പറയുക ഇതാക്കുന്നത്, തുടങ്ങുന്നത്. നമുക്ക് ലോഡാൻ വയ്ക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ വരാൻ വേണ്ടി കുറച്ച് മഴയൊക്കെ ആയിട്ട് കുറച്ചൊരു പ്രശ്നമുണ്ടാവും. നമുക്ക് ലോഗിൻ ചെയ്യുന്ന ഒരു വെയിറ്റ് ചെയ്യാൻ ലോഗിനായിട്ട് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. സിസ്റ്റം ചെറിയൊരു വാങ്ങാണ്, അതുകൊണ്ട് ലോഡാൻ ചെറിയൊരു ടൈം ഇഷ്യൂണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ വേണ്ടത് വെച്ചാൽ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന മിഷൻ, അല്ലെങ്കിൽ നമ്മൾ ടെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മിഷൻ ഏതാണോ ആ മിഷൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ Nmap ടൂള് Nmap ആണ് യൂസ് ചെയ്യുന്നത്. Nmap MSF കൺസോളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം ഇത് ഞാൻ മെറ്റാസ്പ്ലോയിറ്റ് ആണ് ഇവിടെ എടുക്കുക. മെറ്റാസ്പ്ലോയിറ്റ് ചില ആൾക്കാർ അറിയാമായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ വേണ്ടി അതിൻ്റേതായ വേറൊരു സീരീസ് ചെയ്യാം. സോ അതിൻ്റെ IP അഡ്രസ്സ് ഇതാ ഇവിടെ ഉള്ളത്. നമുക്ക് IP അഡ്രസ്സ് Nmapലിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ PN എന്ന് പറഞ്ഞൊരു എന്താ പറയുക കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. PN എന്ന് വെച്ചാൽ ഏതൊക്കെ പോർട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊക്കെ പോർട്ടാണ്. FTP വെച്ചാൽ മെറ്റാസ്പ്ലോയിറ്റ് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പോർട്ട്സും ഓപ്പൺ ആയിരിക്കും. എന്നുവെച്ചാൽ ഹാക്കിങ്ങിനായിട്ട് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തൊരു എന്താ പറയുക സോഫ്റ്റ്വെയറാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈബ് പോലെ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആയിട്ടുള്ളത് നോക്കാം. ഇച്ചിരി ടൈം എടുക്കും, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പോർട്ട് ഏതൊക്കെയാണ് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടാൽ FTP ഫസ്റ്റിൻ്റെ പോർട്ട് 21 FTP TCP പ്രോട്ടോകോൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. FTP വരുന്നത് FTP ഫയൽ ട്രാൻസ്ഫോമിംഗ് പ്രോട്ടോകോൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ജസ്റ്റ് നമുക്ക് നമുക്ക് MSF കൺസോൾ ഓപ്പൺ ചെയ്യണം. MSF കൺസോൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പേലോഡ് സെറ്റ് ചെയ്യണം. പിന്നെ വേണ്ടിക്കൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇതിൻ്റെ, അതായത് FTPൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇതിൻ്റെ ഇതെടുക്കാൻ പറ്റും. ഡീറ്റെയിൽ ഇൻഫർമേഷൻ എടുക്കേണ്ടത് ഏതൊക്കെ പോർട്ടാണ് വൾണറബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഏതൊക്കെ വേർഷൻ ഏതാണ്, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് വൾണറബിൾ എന്ന് പറഞ്ഞത് കമാൻഡ് യൂസ് ചെയ്യുന്നത്. വേണ്ടിയിട്ട് നമുക്കൊരു അതായത് സ്മോൾ ലെറ്റേഴ്സ്. പിന്നെ ഈ കാളി ലിനക്സിൽ ബേസിക്സ് ആയിട്ട്, അതായത് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന എല്ലാവരും പറയാം അവർക്ക് വെച്ചാൽ ഈ ക്യാഷ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ചില ഓരോ ക്യാരക്ടറും അതെന്ന് പറയുക ചിലത് സ്മോളായിരിക്കണം, ചിലത് ക്യാപിറ്റലായിരിക്കണം, അങ്ങനെ കുറേ സെൻസിറ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ സുഡോ യൂസ് ചെയ്യുന്ന വെച്ചാൽ റൂട്ട് പെർമിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ബേസിക്കായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻ, ഒരു വിക്ടിം ആയാലും ഒരു ടാർഗറ്റ് ആയാലും ഒരു ഓർഗനൈസേഷന് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് എന്താ പറയുക ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയില്ല. വേർഷൻ കാണിക്കുന്നുണ്ട്. വേർഷൻ 2.3.4 ആണ്. ബാക്ക് ഡോർ ഓപ്പൺ ആണ്, എക്സ്പ്ലോയിറ്റബിൾ ആണ്. ഇതെല്ലാം ഇതിനകത്ത് തന്നെ എന്താ പറയുക ഈ Nmap സ്കാനിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നേരെ ഏതാണ് MSF കൺസോൾ യൂസ് ചെയ്യണം. കൺസോളിൽ നമ്മളൊരു പേലോഡ് യൂസ് ചെയ്യണം. പേലോഡിൽ അതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക ഓപ്ഷൻസ് സെറ്റ് ചെയ്യാറുണ്ട്. MSF കൺസോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പേലോഡ് ക്യൂ എന്ന് പറഞ്ഞൊരു കമാൻഡ് ക്വിക്ക് ഓപ്പൺ ചെയ്യാൻ കളിക്കുന്ന യൂസ് ചെയ്യുന്നില്ല. സെർച്ച് ചെയ്യുക, അതായത് FTP ബാക്ക് ഡോർ സെർച്ച് ചെയ്താൽ തന്നെ എല്ലാ പേലോഡ്സും കാണിക്കും.
ഏതൊക്കെയാണ് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പേലോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കത് സെർച്ച് ചെയ്തതിന് ശേഷം ഏതൊക്കെ പേലോഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യുക, പേലോഡ് സെറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട്. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. എന്താ പറയുക, ഫുള്ള് ഇതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സ്പ്ലോയിറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് എന്താ പറയുക, ഓരോ സ്റ്റെപ്പായിട്ട് അടുത്ത ഏതെല്ലാം മറ്റേ എക്സ്പ്ലോയിറ്റിൽ ഓപ്പൺ ആയിട്ടുള്ള അതൊക്കെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അത് ഇവിടെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ, അതായത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഇവിടെ ഓൾറെഡി പോർട്ടൊക്കെ സെറ്റാണ്, പോർട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. സോ നമ്മൾ എന്താ പറയുക, R ഹോസ്റ്റ് മാത്രമേ ഇവിടെ സെറ്റ് ചെയ്യാനുള്ളൂ. R ഹോസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. R ഹോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വിക്ടിമിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ അടിക്കേണ്ടത്. സിമ്പിളായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. രണ്ടെന്ന് കമൻറ്റ് സെയിം ആണ്, എക്സ്പ്ലോയിറ്റ് എന്ന കമൻറ്റ് സെയിം ആണ്. ഇത് നമ്മളൊരു ഷെല്ല് ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഷെല്ല് എന്ന് വെച്ചാൽ മറ്റേ എക്സ്പ്ലോയിറ്റുകളിലേക്ക് നമ്മൾ കയറി എന്നുള്ളത്, അതായത് വിക്ടിമിൻ്റെ മെഷീനിലേക്ക് നമ്മൾ കയറി എന്ന് വർക്ക് ചെയ്തതാണ്. LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, എന്തൊക്കെ ഡയറക്ടറീസാണ് അതിലുള്ളത് അതൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ.